ഹായ് ഹലോ വെൽക്കം ടു സിയാസ് ക്രിയേഷൻസ് ടു സ്റ്റിച്ചിങ് ട്രിക്സ്. ഇന്ന് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരാൾ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ട് തന്നതാണ്. അതിനായിട്ട് മെറ്റീരിയൽ നല്ലോണം തേച്ച് വൃത്തിയാക്കി എടുത്തു. സ്റ്റിച്ച് ചെയ്യുമ്പോഴേക്കും നല്ല ഫിനിഷ് കിട്ടാനായിട്ട് തേച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം അതിലേക്ക് വർക്ക് ചെയ്യാനുള്ള ഡിസൈൻ ഞാൻ ബട്ടർ ഷീറ്റിലേക്ക് വരച്ചെടുത്തതിനെ തുണിയുടെ മുകളിലേക്ക് വെച്ച് അടിയിൽ യെല്ലോ കാർബണും വെച്ച് കൊടുത്ത് ഞാൻ ട്രേസ് ചെയ്തെടുത്തു. കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു 2 പൂവും ടോപ്പിൻ്റെ ബോട്ടത്തിൻ്റെ ഭാഗത്ത് ഒരു 3 പൂവായിട്ടാണ് ഡിസൈൻ സെറ്റ് ചെയ്തത്. ഇത് വലിയ ഡിസൈൻ ആയതുകൊണ്ട് 3 ഷീറ്റ് കാർബൺ നിരത്തി വെച്ച് മുട്ടുസൂചി കൊണ്ട് പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ട്രേസ് ചെയ്തത്. ഇത് മെഷീനിലേക്ക് വെച്ച് തയ്ക്കുമ്പോൾ അതിൻ്റെ ഫ്രെയിം ഒന്നും ഇട്ടിട്ടല്ല നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പം അതിനൊരു ഫിനിഷിങ്ങും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയിൽ ഡോട്ടഡ് ക്യാൻവാസ് വെച്ച് തേച്ചിട്ടാണ് അതിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ഡിസൈൻ തുണിയിലേക്ക് വരച്ചെടുത്തതിന് ശേഷമാണ് ക്യാൻവാസ് വെട്ടി ഒട്ടിച്ചത്. ഇങ്ങനെ ഇതാണ് ഡിസൈന്. ഫുൾ ഡിസൈൻ ഇതുപോലെ വരച്ചെടുത്തു. ഇത് ബട്ടർ ഷീറ്റിലാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. 2 ടൈപ്പ് ബട്ടർ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടും. ഒന്ന് A4 സൈസിൽ വരുന്നത്, രണ്ടാമത്തേത് ബട്ടർ ഷീറ്റിൻ്റെ അടിയിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉള്ള പോലത്തെ. ഇങ്ങനെ 2 ടൈപ്പ് ബട്ടർ ഷീറ്റാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. A4 സൈസ് ബട്ടർ ഷീറ്റ് നമുക്ക് ചെറിയ ചെറിയ ഡിസൈൻസ് വരയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. അത് ഹാൻഡിൽ ചെയ്യാനും എളുപ്പമാണ്. ഇനി പ്ലാസ്റ്റിക് കോട്ടഡ് ആയിട്ടുള്ള ബട്ടർ ഷീറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മൾ സ്റ്റിപ്പൊക്കെ വാങ്ങിക്കുന്ന പോലെ, ക്യാൻവാസൊക്കെ വാങ്ങിക്കുന്ന പോലെ ഇങ്ങനെ 1 മീറ്റർ വീതിക്കൊക്കെ നമ്മൾ മുറിച്ചെടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ഡിസൈൻ്റെ വലിപ്പത്തിന് മുറിച്ചെടുക്കാം. അതിൻ്റെ അകത്ത് എത്ര വലിയ ഡിസൈൻ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം വലിയ ഡിസൈൻസിന് അത്തരം ബട്ടർ ഷീറ്റുകൾ ഉപയോഗിക്കുക. 3 യെല്ലോ കാർബൺ വെച്ചിട്ടാണ് ഡിസൈൻ വരച്ച് ഇതുപോലെ സെറ്റാക്കി. അടിയിൽ ഇതുപോലെ 3 എണ്ണം, കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു ഫുൾ ഫ്ലവറും ഒരു ഫ്ലവറിൻ്റെ പകുതിയുമായിട്ട്. ഇനി ഡോട്ടഡ് ക്യാൻവാസ് എടുത്തു. അത് ഒരു തരം തുണി പോലെയാണ് ഇരിക്കുന്നത്. കട്ടി കുറഞ്ഞ തുണികൾക്കൊക്കെ ഇത്തിരി സ്റ്റിഫ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഈ ഡിസൈൻ വരുന്ന ഭാഗത്ത് ഞാനത് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ഡിസൈൻ്റെ വലിപ്പത്തിൽ അളന്ന് നോക്കി അതിൻ്റെ കറക്റ്റ് 4 സൈഡും, ഡിസൈൻ്റെ 4 സൈഡും അതിൻ്റെ അകത്ത് കവറാവുമോ എന്ന് നോക്കിയിട്ട് മുകളിലേക്കും താഴത്തേക്കുമുള്ള കട്ട് ചെയ്തെടുത്തു. നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഡോട്ടഡ് ക്യാൻവാസ് നമ്മളിപ്പം ആ ഡിസൈൻ വരച്ചെടുത്ത ഭാഗത്തിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് അത് ഒട്ടിച്ചെടുത്തു. നമ്മൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി വൈറ്റ് കാർബൺ വെച്ചിട്ട് ഡിസൈൻ വരച്ചായിരുന്നു. പക്ഷെ അത് തേപ്പൂട്ടി വെച്ച് തേച്ചപ്പോഴത്തേക്കും അത് മാഞ്ഞു പോയി. എനിക്കറിയില്ലായിരുന്നു വൈറ്റ് കാർബൺ വെച്ച് വരച്ചത് തേപ്പൂട്ടി കൊണ്ട് ചൂട് കൊള്ളുമ്പോഴത്തേക്കും മാഞ്ഞു പോകുന്നു. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ആ ഡിസൈൻ വരയ്ക്കേണ്ടതായിട്ട് വന്നു. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആരി വർക്കൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തുണി തേച്ചിട്ടാണ് അതിലേക്ക് ഡിസൈൻ ട്രേസ് ചെയ്യുന്നത്. പിന്നീട് തേക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇതിപ്പം അടിയിലേക്ക് ഡോട്ടഡ് ക്യാൻവാസ് തേച്ച് കൊടുക്കാനായിട്ട് അത് തേച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് വൈറ്റ് കാർബൺ വെച്ച് വരച്ചാലും ചൂട് കൊള്ളുമ്പോഴത്തേക്കും അത് മാഞ്ഞു പോകുന്നു. പിന്നെ ഏതായാലും ഒട്ടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ആ ഡിസൈൻ ആദ്യം മുതൽ വരച്ചു കൊടുത്തു. അങ്ങനെ വീണ്ടും രണ്ടാമതും ഡിസൈൻ ട്രേസ് ചെയ്തതിന് ശേഷം മെഷീനിലേക്ക് നമ്മൾ ത്രെഡ് വെച്ച് അടിച്ചു കൊടുത്തു. നമ്മളതിനായിട്ട് മേളിൽ യൂസ് ചെയ്തിരിക്കുന്ന ത്രെഡ് സിൽക്ക് ജെറി ത്രെഡാണ്. ഇതുപോലത്തെ ജെറി ത്രെഡ് വാങ്ങിച്ചിട്ട് സാധാരണ നൂല് നമ്മൾ മെഷീനിൽ കോർക്കുന്ന പോലെ തന്നെ കോർത്ത് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് സാധാ നൂലുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും നല്ല തിളക്കം ഉണ്ടാവും, ഭംഗിയുണ്ടാവും. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഔട്ട്ലൈൻ സ്റ്റിച്ച് ചെയ്തു. അകത്തെ ഫില്ലിങ്ങും ജസ്റ്റ് ഒന്ന് ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തത് നമ്മൾ പൈപ്പിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന
ത്രെഡാണ്. പൈപ്പിങ്ങിൻ്റെ ത്രെഡും അതുപോലെ 3 ടൈപ്പ് കിട്ടും. അതായത് ഏറ്റവും വണ്ണം കുറഞ്ഞത്, മീഡിയം, ഇത്തിരി കൂടെ നല്ലോണം വണ്ണമുള്ളത്. ഏറ്റവും വണ്ണം കുറഞ്ഞതും പൈപ്പിങ്ങിന് ഉപയോഗിക്കും. ഇത് മീഡിയമാണ്, മീഡിയവും പൈപ്പിങ്ങിന് ഉപയോഗിക്കും. ഇത്തിരി കൂടെ വലുത് വരുന്നത് നമ്മൾ ഈ എംബോസ്ഡ് സ്റ്റിച്ചുകൾക്കൊക്കെയാണ്, ആരി വർക്കിലെ എംബോസ്ഡ് സ്റ്റിച്ചുകൾക്കൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് നൂല് ലാസ്റ്റ് കോർക്കുന്ന ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്തൂടെ ജസ്റ്റ് ഒന്ന് കടത്തി കൊടുത്തതിന് ശേഷം നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഔട്ട്ലൈനൊക്കെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഡിസൈൻ ചെയ്തു വരാൻ ഇത്തിരി സമയം എടുക്കുമെങ്കിലും സിമ്പിൾ ഡിസൈനാണ്, നമുക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ മോഡൽ അല്ലെങ്കിൽ വേറെ ഏത് മോഡലാണെങ്കിലും നമുക്ക് വരച്ച് ഇതുപോലെ ഫില്ലിങ് സ്റ്റിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. അതുപോലെ എൻ്റെ നടുക്ക് ഭാഗത്ത് ഇതുപോലെ വൈറ്റ് ലൈസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇത്തിരി കൂടെ ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് പഞ്ചിങ് സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെ എവിടെയായിട്ട് ബീഡ്സ് പഞ്ച് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സിൽവർ കളർ ത്രെഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ സിൽവർ കളർ ബീഡ്സുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഭംഗി കുറവ് പോലെ തോന്നി. അപ്പോൾ ഇത്തിരി അവിടെ ഇവിടെ ആയിട്ട് ബീഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഒരു ഭംഗി കിട്ടും. അതുപോലെ നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിനെ കുറിച്ചോ എംബ്രോയ്ഡറിയെ കുറിച്ചോ ആരി വർക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ പുതിയ സംരംഭം തുടങ്ങാൻ ആവശ്യമായ ലോണുകൾ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, പുതിയൊരു ബിസിനസ് തുടങ്ങുന്നതിനെക്കുറിച്ച്, സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട് എന്തോ സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അതിൽ ഡൗട്ട് ക്ലിയറിംഗ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവർക്ക് പേഴ്സണലായിട്ട് ചാറ്റ് ചെയ്യാം. ബീഡ്സ് ഫുള്ള് പഞ്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അടുത്തത് നമുക്ക് നെക്കാണ് അടിച്ചു കൊടുക്കേണ്ടത്. ഇതിന് വി കോളർ നെക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വി കോളർ വരുന്ന ഭാഗത്തെ പടിയിലേക്ക് നമ്മൾ സെയിം കളർ സിൽവർ കളർ സെറി ത്രെഡ് ഉപയോഗിച്ച് ലൈനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. വി കോളർ ഇങ്ങനെയാണ് വരുന്നത്. അകത്ത് തയ്യൽ തുമ്പൊക്കൊന്നും കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ലാസ്റ്റും ലോക്ക് ചെയ്ത് സെറ്റാക്കി എടുത്തു. ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.